ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് ഹാവൽസിൻ്റെ 16 വേയുടെ നമുക്ക് ഡി ബി ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 16 വേ എന്താണെന്നും സിംഗിൾ ഫേസ് ഡി ബിയിൽ തന്നെ 16 വേ എന്താണെന്നും 3 ഫേസ് ഡി ബിയിലും സിംഗിൾ ഫേസ് ഡി ബിയിലും വേകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ അതിൻ്റെ MRP നിങ്ങൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 4,488 വരുന്നത്. അതിന് എന്തായാലും റേറ്റ് വരുന്നില്ല. എന്നാൽ കുറച്ചുകൂടി റേറ്റ് കുറച്ച് നമുക്ക് എന്തായാലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നല്ല രീതിയിലുള്ള പാക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോറ് വരുന്നുണ്ട്, ഡബിൾ ഡോറാണ് വരുന്നത്. അതായത് MCB വയ്ക്കുന്ന ഏരിയയിൽ ഒരു ചെറിയൊരു പ്ലേറ്റ് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ മെയിൻ ഫ്രെയിമിലായിട്ട് ഒരു ഡോർ വരുന്നുണ്ട്. അങ്ങനെ 2 ഡോറുകളാണ് വരുന്നത്. ഈ 2 ഡോറ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ അകത്ത് വരുന്ന മെയിൻ ഡോറുകൾ. പിന്നെ അതിനുശേഷം വെൽ പാക്കഡ് ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഡി ബി വരുന്നത്. ഡി ബിയുടെ വളരെ തിന്നായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അന്ന് അത്യാവശ്യം സ്പേസ് കാര്യങ്ങൾ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരുപാട് ഡി ബികൾ അവൈലബിൾ ആണ്. പല കമ്പനികളുടെ ഡി ബികൾ അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ വി ഗാർഡിൻ്റെ ഡി ബികൾ, അതുപോലെ തന്നെ പല കമ്പനികളുടെ, അതായത് L&Tയുടെ ഡി ബികൾ പല രീതിയിൽ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത് ഹാവൽസിൻ്റെയാണ് വന്നത്. ഇനി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് അതിൻ്റെ മുകളിൽ വരുന്ന ഒരു സെക്ഷൻ വരുന്നത്. അതിനുശേഷം ഇതാണ് ഡി ബിയുടെ ഉള്ളിൽ വരുന്നത്. വളരെ നീറ്റായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് അതിൻ്റെ അകത്ത് തന്നെ ഓരോ മാർക്കിങ് കൂടി കമ്പനി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കർ തന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ലിങ്കർ. അതായത് നമുക്ക് MCBകൾ മൊത്തം ഒറ്റയടിക്ക് വയറുകളിട്ട് ലിങ്ക് ചെയ്യാം. അതല്ലെങ്കിൽ ലിങ്കർ തന്നിട്ടുണ്ട്. ലിങ്കർ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ പ്ലേറ്റഡ് ആയിട്ടുള്ള കോപ്പർ തന്നെയാണ് തന്നിരിക്കുന്നത്. അത് ലിങ്കർ കൂടി തന്നിട്ട് എത്ര വർഷം കഴിഞ്ഞാലും നമുക്കത് തുരുമ്പോ കാര്യങ്ങൾ എടുക്കാത്ത രീതിയിലുള്ള ലിങ്കർ തന്നിട്ടുണ്ട്. ഇതാണ് ഡി ബി വരുന്നത്. ഡി ബിൻ്റെ N എന്ന് മാർക്ക് ചെയ്താണുള്ളത്. N എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ന്യൂട്രലിൻ്റെ ലിങ്കാണ്. ഇതാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന്. നമ്മൾ ഡി ബി എടുക്കുന്ന സമയത്ത് ന്യൂട്രലിൻ്റെ ലിങ്ക് ഇത് കണ്ട ഇത് നമ്മൾ നോക്കിയറിയാം. ന്യൂട്രൽ ലിങ്ക് ഇത് നമ്മൾ കൊടുത്ത എർത്ത് ലിങ്കാണ്. എർത്ത് ലിങ്ക് കൊടുത്തിരിക്കുന്നത് മാക്സിമം നമ്മുടെ ഈ പറയുന്ന ഡി ബിയോട് ചേർത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂട്രൽ ലിങ്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ചില ഡി ബികൾ, ചില സിംഗിൾ ഫേസ് ഡി ബികൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ന്യൂട്രൽ ലിങ്കിൻ്റെ അതേ ചെറിയ തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് ന്യൂട്രൽ ലിങ്ക് നമ്മുടെ ബോഡിയായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഷോർട്ട് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് കറക്റ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 ഇഞ്ചോ 1.5 ഇഞ്ചോളം ഹൈറ്റിലാണ് ന്യൂട്രൽ ലിങ്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ MCBകളുടെ ബാർ വരുന്നത്. ഈ ഫുൾ MCB ബാറാണ് വരുന്നത്. ഇതിൻ്റെ MCBകൾ കംപ്ലീറ്റ് അതിൻ്റെ അകത്താണ് വരുന്നത്. ഐസൊലേറ്റർ, ELCB, MCBകൾ മൊത്തം ബാറാണ് വരുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം 16 വേ എന്ന് ഉദ്ദേശിച്ചാൽ 16 MCB നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റുമെന്നാണ്. 16 MCB കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചാൽ 16 സർക്യൂട്ട് എന്നല്ല, 16 MCB നമുക്ക് കൊടുക്കാം. അപ്പോൾ 16 MCBകൾ ഐസൊലേറ്ററും ELCBയും വയ്ക്കുന്ന സമയത്ത് ഐസൊലേറ്ററിന് 2 MCBയുടെ സ്പേസും RCCBക്ക് 2 MCBയുടെ സ്പേസും. അപ്പോൾ 4 MCBയുടെ സ്പേസ് നമ്മൾ ഈ പറഞ്ഞ ഐസൊലേറ്ററിന് RCCBക്കും പോകും. ബാക്കി 12 MCB ആണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. 12 MCBയിൽ 12 സർക്യൂട്ട് കൊടുക്കുക. ഇനി അതല്ല ഒന്നിൽ തന്നെ 2 സർക്യൂട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കില്ല, അങ്ങനെ കൊടുക്കുക. നോർമലി നമ്മൾ 12 സർക്യൂട്ടാണ് നമ്മൾ ഇതിൻ്റെ അത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ നോക്കൗട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. നോക്കൗട്ട് കറക്റ്റായിട്ട് പൗഡർ കോട്ടർ പഞ്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. പൗഡർ കോട്ടറാണ് ഫുൾ വരുന്നത്, പഞ്ച് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ പൈപ്പുകൾ വരുന്ന അനുയോജ്യമായ അവിടെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഈ പറയുന്ന പഞ്ചിങ് ജസ്റ്റ് ഒന്ന് തട്ടി കഴിഞ്ഞാൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം ഇഷ്ടപ്പെട്ട ഏതാണോ ഹോളുകൾ, ആ ഹോളുകളിലേക്ക് നമുക്ക് പൈപ്പ് ഇറക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ച് ചെയ്ത ഹോളുകൾ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫിനിഷിങ് സ്റ്റേജ് വരുന്ന നമ്മുടെ ഡോറ് വരുന്നത്. ഡോറ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഡബിൾ സിസ്റ്റമാണ് വരുന്നത്. ഒന്ന് MCB കൊടുത്തതിന് ശേഷം, ആ MCB ബാറിൽ കൊടുത്തതിന് ശേഷം എക്സ്ട്രാ അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ വിജാഗിരി സെപ്പറേറ്റ് ഒരു ഡോർ കൂടി വരുന്നുണ്ട്. നീറ്റായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഇതേ സെയിം ഡിസൈനിങ് തന്നെയാണ് നമ്മുടെ വി ഗാർഡും വരുന്നത്. ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കി കഴിഞ്ഞാൽ വി ഗാർഡിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ പ്രൊജക്ഷൻ കണ്ടോ, ഇത്രയുമാണ് ഡോറിൻ്റെ പ്രൊജക്ഷൻ വരുന്നത്. അപ്പോൾ തേപ്പിന് മുന്നേ നമ്മൾ ഡി ബി ഉറപ്പിക്കുകയാണെങ്കിൽ അത്രയും പ്രൊജക്ഷൻ ഇട്ടിട്ട് വേണം നമുക്ക് തേപ്പ് കനം കൂടി, അതായത് തേപ്പ് കനം കഴിഞ്ഞിട്ട് ഫിനിഷിംഗ് സ്റ്റേജ് നമുക്ക് ആ ഡോറ് അത്രയും കിട്ടുന്ന രീതിയിൽ വേണം നമ്മുടെ ഡി ബി പുറത്തേക്ക് ഉറപ്പിക്കാനായിട്ട്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഡോറ് നമ്മൾ വെക്കുന്ന സമയത്ത് അത്രയും പ്രൊജക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ തേപ്പ് കനം ഫിനിഷ് ചെയ്യുന്ന സമയത്ത് തേപ്പ് കനം കൂടിയിട്ട് വേണം നമ്മൾ പുറത്തേക്ക് ഡി ബി വലിച്ചു വെക്കാനായിട്ട്. അപ്പോൾ സിംഗിൾ ഫേസിൽ 16 വേ എന്ന് പറയുന്ന പോലെ തന്നെ 12 വേ, 8 വേ, അതുപോലെ തന്നെ 6 വേ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്ര MCBകൾ നമുക്ക് കൊടുക്കാം. ആ MCBകളുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് വേ എന്ന് പറയുന്നത്. 3 ഫേസും അതുപോലെ തന്നെയാണ് വരുന്നത്. 3 ഫേസ് ഡി ബിയിൽ നമ്മൾ ഇതുപോലെ തന്നെ ഈ 6 വേ വരുന്നുണ്ട്, 8 വേ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഫേസിൽ 6 വേ എന്ന് ഉദ്ദേശിച്ചാൽ 3 ഫേസിൽ 6 വേ എന്ന് ഉദ്ദേശിച്ചാൽ ഒരു ഫേസിൽ 6 MCB ആണ് വരുന്നത്. അപ്പോൾ 3 ഫേസിലും കൂടുമ്പോൾ 6 3 18 MCB ആണ് നമ്മൾ 3 ഫേസ് 6 വേയിൽ കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 8 വേ എന്ന് പറയുന്ന സമയത്ത് ഒരു ഫേസിൽ 8,
8 കൊടുക്കാം, 8 MCB കൊടുക്കാം. അപ്പോൾ 24 MCB A2A DB 3 ഫേസിൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സിംഗിൾ ഫേസും 3 ഫേസിൻ്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't